തന്റെ കൂട്ടുകാരനെ തെറിയുമ്പോൾ ജാക്ക് അപ്രതീക്ഷിതമായി ചൊവ്വയ്ക്ക് താഴെയുള്ള ഒരു ഗുഹയിൽ വീണു. താഴെ ഒരു അഗാധം കണ്ടപ്പോൾ ജാക്ക് ഉടൻ തന്നെ ചാരി നിന്നു. അപ്രതീക്ഷിതമായി അവൻ ഒരു കുളത്തിലെത്തി. താൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന കുരങ്ങൻ ഗുഹയ്ക്കുള്ളിലാണെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. അവരുടെ കണ്ണുകൾ കൂട്ടിമുട്ടിയപ്പോൾ കുരങ്ങൻ യഥാർത്ഥത്തിൽ എന്തോ കഴിക്കുന്നുണ്ടെന്ന് ജാക്ക് പെട്ടെന്ന് ശ്രദ്ധിച്ചു. അതിനാൽ ജാക്ക് 2 സിപ്പ് വെള്ളം കുടിച്ചു. പിന്നെ തിടുക്കത്തിൽ നിവർന്നിരുന്നു. ഈ സമയമായപ്പോഴേക്കും ജാക്കിന് ഇതിനകം 5 ദിവസമായി വിശന്നു തുടങ്ങിയിരുന്നു. കുരങ്ങൻ എന്തോ കടിച്ചു കീറുന്നത് കണ്ടതിനാൽ അയാൾക്ക് തന്റെ വാട്ടർ ബോട്ടിൽ വെള്ളത്തിൽ വയ്ക്കാൻ മാത്രമേ കഴിയൂ. കുരങ്ങൻ ഭക്ഷണം ആസ്വദിക്കുന്നു നോക്കി ജാക്ക് പെട്ടെന്ന് അതിനോട് അതെന്താണ് കഴിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് കുളത്തിന്റെ അടിയിൽ ചില സസ്യങ്ങൾ അയാൾ ശ്രദ്ധിച്ചത്. ജാക്ക് അവ പറിച്ചെടുത്തു. ഉള്ളിലെ മാംസം ഭക്ഷ്യയോഗ്യമാണെന്ന് മനസ്സിലാക്കി അവൻ പെട്ടെന്ന് വെള്ളം കുടഞ്ഞു. തുടർന്നൊരു ചെറിയ കത്തി ഉപയോഗിച്ച് ശ്രദ്ധാപൂർവ്വം അവ തുറന്നു. കുരങ്ങൻ ഇതിനകം തന്നെ അത് കഴിച്ചിട്ടുണ്ടെന്ന് കണ്ട് ജാക്ക് അതിനുള്ളിലെ പഴം പുറത്തെടുത്തു. സാധനങ്ങൾ വിഷമുള്ളതല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഒടുവിൽ ജാക്ക് അത് വായിൽ വയ്ക്കാൻ ധൈര്യപ്പെട്ടു. അതിശയകരമെന്ന് പറയട്ടെ, അത് യഥാർത്ഥത്തിൽ സോസേജ് പോലെയായിരുന്നു. ഇതിനർത്ഥം ജാക്കിന് ഇനി ഭക്ഷണത്തെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല എന്നാണ്. പക്ഷേ അപ്പോഴേക്കും അവൻ ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയിട്ട് 4 മാസമായി. ജാക്ക് സോസേജുകൾ കുളത്തിൽ മുക്കിരിച്ചു. സോസേജുകൾ കഴിക്കാൻ തികയാതെ വരുമ്പോൾ ജാക്ക് നേരെ കുളത്തിലേക്ക് ചാടും. ഇതൊരു നിമിഷം കൊണ്ട് കുരങ്ങിനെ ഞെട്ടിച്ചു. പക്ഷേ ജാക്ക് ഇത്തരത്തിലുള്ള ജീവിതവുമായി ഇതിനകം തന്നെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു. ചൊവ്വയിലെ ഈ കനാൽ അവൻ പര്യവേഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരു പുതിയ ലോകമായിരുന്നു. കുളിച്ചതിനു ശേഷം ജാക്ക് ഉടൻ തന്നെ തന്റെ രഹസ്യ സുഗന്ധവ്യഞ്ജനങ്ങൾ തിളപ്പിച്ചു. പിന്നെ അവൻ സോസേജുകൾ അതിലേക്കെറിഞ്ഞ് ശ്രദ്ധാപൂർവ്വം ഇളക്കി. കാരണം ഇത് ഈ രീതിയിൽ ചെയ്യുന്നത് രുചി മെച്ചപ്പെടുത്തും. ഉപ്പുരസം പരിശോധിക്കാൻ അത് രുചിച്ചതിനു ശേഷം ജാക്ക് ഉടൻ തന്നെ സോസേജുകൾ പുറത്തെടുത്തു. അപ്രതീക്ഷിതമായി ഭക്ഷണം കഴിച്ചതിനു ശേഷം പെട്ടെന്നൊരു മൂർച്ചയുള്ള വേദന ജാക്കിന്റെ വയറ്റിൽ ബാധിച്ചു. തന്റെ അതേ ലക്ഷണങ്ങൾ കാണിക്കുന്ന കുരങ്ങനെ നോക്കിയപ്പോൾ രണ്ടും വിഷബാധയേറ്റതായി അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. എന്നാൽ ഇവിടെ നിന്ന് ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലെത്താൻ 8 മാസമെടുക്കും. അജ്ഞാതമായ സമയത്തിനു ശേഷം ജാക്ക് അബോധാവസ്ഥയിൽ നിന്നുണർന്നു. കല്ലുവാതിലിന് പുറത്തൊരു രൂപം പ്രത്യക്ഷപ്പെട്ടതായി അയാൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു. ജാക്ക് അതിനെ വിളിച്ചു പറയാൻ പോകുകയായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ആ രൂപം വാതിലിൽ മുട്ടി. അങ്ങനെ ജാക്ക് ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് നടന്നു. അന്യഗ്രഹജീവി അനങ്ങുന്നില്ലെന്ന് കണ്ട് ഒടുവിൽ അയാൾ അടുത്തേക്ക് വരാൻ ധൈര്യപ്പെട്ടു. എന്നാൽ ജാക്ക് കൽവാതിൽ മാറ്റിവെച്ചപ്പോൾ തന്റെ മുന്നിലുള്ള ആൾ തന്നെ പോലെയാണെന്ന് അയാൾ പെട്ടെന്ന് കണ്ടെത്തി.